ग्लास म्हणतात ग्लास നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ട പി.ഡി. തോമസ് അങ്കിളിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നിനക്ക് സ്തുതി അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തരുന്ന അവസരത്തിനായി, അവകാശത്തിനായി കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് കർത്താവെ, ഈ ലോകത്തിലുള്ള ഞങ്ങളുടെ നൈമിഷികമായ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെല്ലാം കർത്താവെ ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ ഭാഗ്യത്തിൽ അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ എപ്പോഴും നിലനിൽപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദാസന്റെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മക്കളെ കാണുവാൻ, കൊച്ചുമക്കളെ കാണുവാൻ, കുടുംബമായി ജീവിപ്പാൻ, ഈ ഭൂമിയിൽ ബന്ധുമിത്രാദികളുമായി ഇടപെടുവാൻ, കർത്താവെ സ്നേഹത്തിലായിരിക്കാൻ ദൈവം തമ്പുരാൻ കൊടുത്ത അവസരത്തിനായി സ്തോത്രം. കർത്താവ് കൊടുത്ത ആയുസ്സിൽ കർത്താവെ നിനക്ക് വേണ്ടി ജീവിപ്പാനും നിനക്ക് വേണ്ടി വിശ്വസ്ത വേല ചെയ്യുവാനും തക്കവണ്ണം പ്രിയമകനെ സൗഭാഗ്യത്തിലേക്ക് പ്രിയമകൻ ചേർക്കപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിൽ പ്രത്യാശയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന
ഈ പ്രിയ മകനോടൊപ്പം കർത്താവെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം കർത്താവെ. ഇനിയുള്ള തുടർന്നുള്ള ശുശ്രൂഷയിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തിയാട്ടെ. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. പ്രാർത്ഥനകളുടെ കൃപകൾക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പെട്ടിയിലോട്ട് എടുക്കണം. പയ്യെ എടുക്കണം. അടിയിലോട്ടൊരു വെള്ളത്തുണി വെള്ളത്തുണി കൊണ്ട് കൊടുത്ത് ആ തുണി അതിന്റെ താഴോട്ടിട്ട് പെട്ടിയുടെ താഴോട്ട് വെള്ളത്തുണി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ടേബിളും കൂടി എടുത്തുകൊണ്ട് വരാമോ? ഒരു കാര്യം ചെയ്യങ്ങളെ, ഒരു കാര്യം ചെയ്യും. ആ ടേബിളോട് എടുത്തോണ്ട് ആ ടേബിളിലോട്ട് വെച്ചിട്ട് എടുത്ത് അങ്ങോട്ട് വെക്കാം. വെച്ചോ. ഇത് വണ്ടി എങ്ങനെയാണല്ലേ അതിട്ടോ അതേ ഈ സൈഡിൽ നിൽക്കുന്നവർക്ക് മാറി കൊടുക്കണേ. അവരോട് ആ വീട്ടുകാർക്ക് ഇരിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങൾ കൊടുക്കും. ഇങ്ങോട്ട്
അവിടെ ഒരു വഴി ഒന്ന് വിട്ടു കൊടുക്കണം. ഈ കാറ് കണ്ടവർ അവിടെ ഇറങ്ങി പോകട്ടെ. അവിടെ വഴി തടയരുത്. നിങ്ങൾ ഈ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാനൊരു സ്ഥലം. ശോഭയേറും നാടും ഉണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ നാദൻ വാസം നാമോ പൊരുതി നിൽക്കുന്നുണ്ടക്കരെ കാത്തവോ വേഗം നാം ചേർന്നിടൂ. ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം आप कैसे देख के अंदर जा सकते हैं? थोड़ा रास्ता छोड़ देना। देख के अच्छा हो जाए। ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ജീവന്റെ മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾ വിജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ദൃഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകമേ പിതാവ് പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, ഈ ആയുസിന്റെ ആ നിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ പൂർവാസികളുടെ മനുഷ്യനും ധനവാന്മാരും ദരിദ്രന്മാരുടെ കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ ബഹുപോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നു.
പോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്തെ നീതിയും അറിയപ്പെടുമോ? മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യന്മാരെ തിരുവരുവീനെന്നും അരുളി ചെയ്തു. കടന്നു പോകുന്നു മനുഷ്യനെ അറിയുന്നു. നാമോർത്തിരിക്കുന്നു. മനുഷ്യന്റെ കാലത്തിൽ മേടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന്റെ ഉത്തരം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവരും കരയുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. പിതാവിനും പുത്രനും വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാമ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കൊത്തപ്പോൾ പകരം നൽകും മശീഹായേ കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാണുകേണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ ഉന്നതരാജൻ സൈന്യവുമായുദിക്കുമ്പോൾ യാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ. സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും പിന്നെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധതയിൽ നിന്ന് ഞങ്ങളെ വെടിപ്പിക്കുന്നവരാക്കി തീരുവാനും പിതാപുത്രനും പരിശുദ്ധമായ ദൈവമേ നിരസംഗതിയുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുവാനാകണമേ. ഓശോ പ്രാർത്ഥിച്ചുകർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവരും ജീവൻ നൽകുന്നവരും മരിച്ചവരുടെ പ്രത്യാശയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവരും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുക്കുന്നവരുമായ മശിഹാതമ്പുരാന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനവും അതിന് യോഗ്യമായിരിക്കുന്നു. ഓശോ അധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിനാകപ്പെട്ട് അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവവുമേ, അവനെ വഴിതെറ്റി മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദൈവമായ കർത്താവേ, പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും
ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത കാലത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനുമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവരും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിന്റെ ആശ്രയിച്ചവനുമായ ഈ ദാസനെ ആഴമുള്ള പാതാളത്തിൽ കൈവിടാകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ടും ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ചിന്തിയായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്താലും ഭയഭക്തിയിലും ഈ ആയുസ്സിന് വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിചിത നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിചർവായ്ക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇത് നാം എവിടെയാവുന്നുവെന്നും നാളെ നാം എവിടെ ആയിരിക്കുമെന്നും ഓർത്തുകൊള്ളുകയും ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ സർവ്വതിയിൽ മോണ്ടതുള്ളവരായിത്തീരുന്നു. ദിവസം ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശേഷാധീനവുമായ സകലവും കഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുകയും നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും സ്ഥാനം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളുടെ നാശത്തെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളെ സൃഷ്ടിക്കുകയും അലങ്കരിക്കുകയും ചെയ്തവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരും അവരവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം നീതിയോടെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ, ഞങ്ങൾ സഹായത്തിനായി വരയണമേ. ഞങ്ങളുടെ അവരെ മൗനത്തിന്റെ വെള്ളനിലയെങ്കി ധരിപ്പിക്കുന്നവരായുള്ളവരെ നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും. കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന്റെ വന്ദനവും. അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പ്രധാന നാളുകളിൽ അവനെയും അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റുഹായ്ക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരം അരുളി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരം അരുളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അല്ലാവത്തിലേക്ക് ചെയ്യണമേ. വരുന്ന അവസ്ഥയ്ക്ക് മനുഷ്യർ സാക്ഷികൾ എന്നിവരും മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാത്രേ. നിങ്ങളെന്നും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആയുസ് മാത്രം ക്രിസ്തു പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ പല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സുഖസമർപ്പിതാവേ, ആയുസ്സിന്റെ നാഥനായി, ദൈവത്തിന്റെ പരിപാലകനായി, ജീവന്റെ പരിപാലകനായി ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ഭൂമിയിൽ ജീവിപ്പാനും
ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങൾ അനുഭവിപ്പാനും ദൈവത്തിനാൻ തരുന്ന എല്ലാ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. പ്രത്യേകമായി പ്രിയപ്പെട്ട പീഡി തോമസംഘങ്ങളുടെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവത്തിനാൻ അവസരം നൽകിയല്ലോ, ജനിപ്പാൻ, ജീവിപ്പാൻ കർത്താവെ, ജനിച്ച മണ്ണും വീടും ഒക്കെ വിട്ട് കർത്താവെ ദൂരപ്രദേശത്ത് വന്ന് ജീവിപ്പാനും ഇവിടെ കർത്താവെ കുടുംബമായി, മക്കളായി, കൊച്ചുമക്കളായി സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവത്തിനാൻ ഇത്രത്തോളം അവസരം നൽകിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിലൊക്കെ കർത്താവ് പരിപാലിച്ച് വഴി നടത്തിയല്ലോ കർത്താവെ. കൂടെ ഇരുന്ന് കർത്താവെ ഇടവകയുമായി ചേർന്നുള്ള പ്രവർത്തനത്തിലൊക്കെ ആയിരിക്കാൻ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത വലിയ പദവിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. എന്റെ സമയമായപ്പോൾ പ്രിയപ്പെട്ട മകനെ നീ വിളിച്ചു നിന്റെ സന്നിധിയിൽ ചേർത്തുവല്ലോ കർത്താവെ. ഇത് ഞങ്ങൾക്ക് സങ്കടം നിറഞ്ഞ ഒരു അനുഭവമാകും. എന്നിരുന്നാലും കർത്താവെ, ലാസറിനെ ഒരുമിച്ച് കർത്താവ് ഞങ്ങളോട് പഠിപ്പിച്ചതുപോലെ കർത്താവെ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള കർത്താവെ അരുളപ്പാടിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായി ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മേരിയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ രണ്ടുപേരെ വിവരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മരുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ഒരുമിച്ച് കർത്താവെ സങ്കടത്തിലും വ്യസനത്തിലായിരിക്കുമ്പോൾ കർത്താവെ, ഈ വ്യസനത്തിന്റെ സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് സമാധാനപ്പെടുത്തി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രയും നാളും പിതാവ് എന്ന് വിളിച്ച സ്ഥാനത്ത് കർത്താവെ ഇപ്പോൾ പിതാവില്ലാത്ത സാന്നിധ്യമാകുന്നുണ്ടോ കർത്താവെ, ഞങ്ങൾക്കില്ലാത്ത സാന്നിധ്യങ്ങളെ തികയ്ക്കുവാൻ തന്നോണം നല്ല പിതാവായി ഞങ്ങളോടൊപ്പമുള്ള ദൈവമാണെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഇനിയുള്ള ശുശ്രൂഷകളിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരൊക്കെ കർത്താവ് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എടുക്കുന്നവർക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെ തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുറത്തുനിന്ന് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന അവസരമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കാണാവുന്ന അവസരമാണ്. അന്ത്യചുംബനത്തിന് സമയം പറയാം. പ്രിയപ്പെട്ട അംഗങ്ങളിനിയും അന്ത്യോപചാരം നൽകുവാൻ, അന്ത്യചുംബനം നൽകുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മുമ്പോട്ട് കടന്നു വരാവുന്നതാണ്. പ്രിയപ്പെട്ട പീഡി തോമസംഘത്തിന് അന്ത്യചുംബനം നൽകുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ മുമ്പോട്ട് കടന്നു വരാവുന്നതാണ്. അന്ത്യചുംബനം കൊടുക്കാൻ ഉള്ളവർക്ക് ഇപ്പോൾ വരാവുന്നതാണ്.
നമുക്ക് ബോഡി എടുക്കാം. വണ്ടിക്കകത്ത് 2 പേര് വന്നാൽ അന്തിചുംബനം കൊടുക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക്
നേരം കാണും പേർവിളിക്കും നേരം കാണും എൻ്റെ കർത്തൻ പേർക്കുരാപ്പകേടദ്വാരം ഞാൻ ചെയ്തിങ്ങനെ വാർത്തയാൽ ചൊല്ലിടട്ടെ സ്നേഹത്തെ പാർത്തലത്തിലെന്റെ വേല കീർത്തി ജീവിതാന്ത്യത്തിൽ പേർവിളിക്കും നേരം കാണും എൻ പേരും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണുമെൻ പേരും. എല്ലാവർക്കും ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുവാനുള്ള സമയമാണ്. ഇടവകയെ പ്രതിനിധീകരിച്ച് സംഘടനകളെ പ്രതിനിധീകരിച്ച് അനുശോചനം രേഖപ്പെടുത്തുവാനുള്ളവർക്ക് ഇപ്പോൾ മുമ്പോട്ട് വന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. സജീവ പ്രവർത്തകനായിരുന്ന കേവലം മുറീന എന്ന് മാത്രം വിശേഷിപ്പിക്കുന്ന ഒരു വൃത്തത്തിൻ്റെ ഉടമയായ ശ്രീമാൻ പി ഡി തോമസിന്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂലാർ മാർത്തോമ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനത്തിൽ ഒഴിച്ചുകൂടാനാത്ത ഒരു സാന്നിധ്യവും പങ്കാളിത്തവും പൂർവ്വമായി കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 45-50 വർഷമായിട്ട് നമ്മൾ വളരെ അടുത്ത് പരിചയമുള്ള ആളുകളായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഈ ഇടവയിലെ ബഹുമാനപ്പെട്ട ഇടവകാരി യാൻസി കൂടെ ഉള്ളതുകൊണ്ട് ഒരാഴ്ച മാത്രമേ കാണാനില്ല. 110 കിലോമീറ്റർ വണ്ടി ഓടിച്ച് മുറിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് 5 മണിക്ക് തിരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ ഉടമയാണ്. വളരെ കഠിനാധ്വാനത്തിലൂടെ തൻ്റെ സ്വന്തം സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ 6 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം 7ാം ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായി. നമ്മുടെ മൂല്യഘടകയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു തീരാ നഷ്ടമാണ്. ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല പിതാവ്, നല്ല ഫാദറിലും നല്ല നേരക്കുട്ടിയുടെ അച്ഛൻ, വളരെ നല്ല രീതിയിൽ അദ്ദേഹം തൻ്റെ കടമകൾ നിറവേറ്റി ഇന്ന് ഈ ലോകത്തിൽ നിന്ന് താൽക്കാലികമായി വേർപിരിയുന്ന ഈ അവസരത്തിൽ അനുശോചനം എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ലോകത്തിൽ ആരും ജനിച്ചാലും മരിക്കും എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും മരണം നിശ്ചയമാണ്, പക്ഷേ സമയം നിശ്ചയമാണ്. നമ്മുടെ വയനാട് ദുരിതത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഇടവകായി സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വരാൻ ഒക്കാത്ത സാഹചര്യത്തിൽ പോലും
ഓൺലൈനായിട്ട് അതിൻ്റെ സംഭാവന അയച്ചു തന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ കേവലം സംഭാവന കൊണ്ട് മാത്രമല്ല പറയുന്നത്. ഇടവകയിൽ എത്ര പ്രാവശ്യം വന്നാണ് അതിനെ വിളിച്ച് ചോദിക്കും, എൻ്റെ പങ്ക് എന്താണ്, ഞാൻ എന്താണ് തരുന്നത്. ഞാൻ പറയും അത് എന്തിനാണ് ചോദിക്കും പറയും, എൻ്റെ തടസ്സം പറഞ്ഞു പോകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആൺമക്കളെ വളർത്തി അവരെ നല്ലൊരു ഭാവിയിലാക്കുമ്പോൾ തന്നെ ചെറുപ്പകാലത്ത് തന്നെ ഈ 110 കിലോമീറ്റർ ഓടിച്ച് ജോലികളിൽ സ്കൂളിൽ പഠിപ്പിക്കാനാണ് പിള്ളേരെ കൊണ്ടുവരിക. ഈ പേരക്കുട്ടികളെ അതുപോലെ തന്നെ 7 മണിക്ക് രാവിലെ 7 മണിക്ക് ജോലിയിൽ നിന്ന് കൂടെ രൂപ എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. തണുപ്പത്ത് കണ്ണുപോലും കാണാൻ നോക്കാത്ത സമയത്ത് ഡിസംബറിൽ പോലും ഒരു പ്രാവശ്യം പോലും മുടക്കാതെ പണിയുമായിട്ട് ദൈവസന്നിധിയിലടുത്ത് ജീവിച്ച നമ്മുടെ പ്രിയ പി.ഡി. തോമസ് കുട്ടി ലോകത്തിൽ മാർത്തോമ ഇടവകയുടെ പേരിൽ അതിൻ്റെ സകല മോശസാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഗോളിയർ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ദുഃഖാത്തരായിട്ടുള്ള ആ കുടുംബാംഗങ്ങളോടുള്ള വേദന, ദുഃഖം അതിൽ ഈ ഗോളിയർ ഇടവക പങ്കുചേരുന്നു. ഗോളിയർ ഇടവകയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും ആ കുടുംബത്തോടെ അറിയിക്കുന്നു. ഇടവയ്ക്ക് വേണ്ടിയുള്ള റീത്ത് സമർപ്പിക്കുന്നതിനായി ക്രിസ്ത്യമാരെ കണ്ടുപറയും. ഇടവശമാരെ കാണും. അനുശോചനം രേഖപ്പെടുത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരുടെ വേർപാട് അതേത് പ്രായത്തിലായിരുന്നാലും നമുക്കേവർക്കും ദുഃഖമുള്ള കാര്യമാണ്. മുപ്പത്തി 5 വർഷം മുമ്പ് ആദ്യമായിട്ട് സ്കൂളിലെ കുട്ടികളെ വീടുകളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ചമ്പക്കോളേക്ക് പോകുന്ന സമയത്ത് ഒരാളെ പുറകെ നിന്ന് സൈക്കിളിൽ കൊണ്ട് ചിരിച്ചു കാണിച്ചു. എനിക്കറിയില്ല ആ ചിരി അവസാനം കഴിയും. ഞാൻ ചിരി കാണിച്ചു. ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സ്ഥാപനത്തിനും അദ്ദേഹം ഒരു ഭയങ്കരമായിരുന്നു. എന്നെ സഹായിക്കാനായിട്ട് എന്നോടൊപ്പം വാഹനത്തിലുള്ള ബന്ധത്തിൽ 2-3 ദിവസം വിണ്ടോറിലേക്ക് കടന്നു വരുവാനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കൊണ്ടുകൂടിയായിരുന്നു. എന്നാൽ എനിക്കത് അദ്ദേഹം ചെയ്ത ഉപകാരത്തിന് ഞാൻ എനിക്ക് തിരിച്ചു കൊടുക്കാനൊന്നും സാധിച്ചില്ല. എല്ലാവരെയും അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുകയും ആ പരിചയപ്പെട്ട സ്നേഹം അവസാനം വരെയും സൂക്ഷിക്കുവാൻ പറ്റണം അദ്ദേഹം താല്പര്യം കാണിച്ചെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്.
ഒരാളിനെ പരിചയപ്പെടുക. ആ പരിചയം അവസാനം വരെ നിലനിർത്തുക എന്നുള്ളത് ഈ ലോകത്തിൽ എല്ലാവർക്കും ചെയ്യുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല. എന്നാൽ ദൈവം കൂടുതൽ പ്രായത്തില്ല. കുടുംബത്തോടും മക്കളോടും കൊച്ചുമക്കളോടും ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ദേശത്ത് ഇടയാക്കി തീർന്നു. ഒരാഴ്ച ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അതാത് സ്ഥാപനത്തിൻ്റെ മേലുള്ളതായ ദുഃഖവും അനുശോചനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ അനുശോചനവും അറിയിച്ചുകൊള്ളുന്നു. ദൈവം ദുഃഖത്തിലായിരിക്കുന്നവരെ ആശിച്ചു. യുവജന സെക്രട്ടറിയെ പ്രതികരിച്ചുകൊണ്ട് ദൈവത്തിനാമത്തിന് നന്ദി എന്ന ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, അച്ഛന്മാർ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവരും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും, നമുക്കേവർക്കും വേദനാജനകം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം അവൻ്റെ വേല നിവർത്തിപ്പാൻ തക്കവണ്ണം തോമസ് കുട്ടിക്കെതിരെയാണ്. വെയിലെന്നോ ചൂടെന്നോ മഴയെന്നോ കാറ്റെന്നോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഇത്രയും ദൂരത്ത് വന്ന മുടനയുടെ പ്രദേശങ്ങളിൽ നിന്ന് രാവിലെ അതിരാവിലെ ഒരു ദിവസം പോലും വഴിയിൽ താമസിച്ചു വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. തക്ക സമയത്ത് എത്തിച്ചേർന്നു. വഴിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് തോമസ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയും ആ മായാത്തി ഒരു പുഞ്ചിരി മാത്രം ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയാകുന്നു. പ്രത്യേകിച്ച് പ്രവീണും ഫ്രണ്ട്സിനും നല്ലൊരു പാത ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. ആ ദൈവിക പാത പിന്തുടരുവാൻ ഈ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് ആർക്കും ഈ ലോകത്ത് തോമസ് കുട്ടിയെ കാണാനായിട്ട് ഒക്കത്തില്ല. ഈ പള്ളിയിൽ വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് നോക്കിയാലും കാണത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ലാലിയെ ഈ ലോകത്തിലെ സമാധാനമല്ല, ദൈവിക സമാധാനത്തെ ദൈവം നിറയ്ക്കട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബത്തെയും കൊച്ചുമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ സൺഡേ സ്കൂളിൻ്റെതായ എല്ലാവിധമായ അനുശോചനങ്ങളും രേഖപ്പെടുത്തിക്കുന്നു. യുവജനത്തെ പ്രതികരിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു. Praise be to the Triune God, respected Hudson, and all the church members. As we all know, we are gathered here today with heavy hearts to bid farewell to our dear P.D. Thomas Kutti uncle, a pillar of our community, who was a source of warmth and joy to everyone who had the privilege of knowing him. On behalf of the Gwalior Marthoma Yojana Sakhya, I would like to express my deepest condolence to the bereaved family. Our thoughts and prayers are with you during this difficult time. Uncle was more than just a member of our church. He was a beacon of light who touched the lives of many with his kindness and ever-present smile. We fondly remember the times spent with Uncle during our Christmas carol gatherings. His home was always welcome to us, and he was such a pleasant smile person, and he welcomed us with a good hospitality. His joy was contagious, and the way he participated in the carol singing, I remember that, and his face lit up. That familiar smile with him. Uncle's presence made those celebrations all more special, and his spirit of generosity and love will be deeply missed. Though he is no longer with us, his memory will live in our hearts. We always remember Uncle as a man who embodied the love of Christ.
in all that he did. His love was a testimony to the power of a welcoming heart and a joyful spirit. May God grant his soul eternal rest, and may his peace comfort all of us in days ahead. Now I call upon youth members to give the reading. ഇപ്പോൾ ഈ സേവികാ സംഘത്തെ പ്രതികരിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുന്നു. സേവികാ അനുശോചനം അർപ്പിച്ചുകൊള്ളുന്നു. ഈ കുടുംബത്തോടുള്ള ദുഃഖവും അറിയിച്ചുകൊള്ളുന്നു. കുടുംബത്തിന് ദൈവത്തിനോട് കൃപയും സാന്നിധ്യവും സന്തോഷവും ശാന്തിയും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൃത്യമായ രാജ്യത്തിൽ ഞങ്ങൾ കാണുമെന്ന വിശ്വാസത്തോടും കൂടി ഈ ഗോളിയാർ ഇടവകയുടെ സേവാസംഘത്തിനായുള്ള റീത്ത് സമർപ്പിക്കുന്നതാണ്. മറ്റ് സംഘടനകളാരെയും അനുശോചനം രേഖപ്പെടുത്താനുള്ള സ്വീകരിച്ചിരിക്കാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട ലെനി ചാക്കോച്ചൻ അനുശോചന വാക്കുകൾ അറിയിക്കുന്നതാണ്. ദൈവത്തിരുനാമത്തെ പ്രിയപ്പെട്ട ഒരിക്കലും മരിക്കാത്ത ഒരു സത്യമാണ് മരണം എന്ന് പറയുന്നത്. ആ ദുഃഖം, ആ വേദന അനുഭവിക്കാത്ത ഒരു ഭവനം പോലും ഈ ലോകത്തിൽ നിന്ന് അത് യഥാർത്ഥ സത്യമാണ്. ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരിക്കലും മരിക്കാതിരിക്കുവാനുള്ള വരം എനിക്ക് നൽകണമേ എന്ന് അവിടുന്ന് എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് ബുദ്ധനോട് അപേക്ഷിച്ചു. ബുദ്ധൻ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വരം ഞാൻ തരാം, പക്ഷേ നീ പോയിട്ട് എല്ലാ ഭവനങ്ങളിൽ കയറി ഇറങ്ങി ഒരു പിടി അരി ആരും മരിക്കാത്ത ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ വ്യക്തി യാത്ര ആരംഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ അങ്ങനത്തെ ഒരു വീട് കണ്ടെത്തുവാൻ സാധിച്ചില്ല. വാർദ്ധക്യത്തിൽ ഇദ്ദേഹം വീണ്ടും ബുദ്ധനെ കണ്ടുമുട്ടിയപ്പോൾ ബുദ്ധൻ ഇദ്ദേഹത്തോട് ചിരിച്ചു ചോദിച്ചു, തന്നോട് തനിക്ക് ഒരു പിടി അരി മേടിച്ച് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് ഇത്ര വർഷമായല്ലോ. ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ എല്ലാ ഭവനങ്ങളിൽ കയറി ഇറങ്ങി, പക്ഷേ ആരും മരിക്കാത്ത ഒരു ഭവനം പോലും ഈ ലോകത്തില്ല. അപ്പോൾ ഒരിക്കലും മരിക്കാത്ത ഒരു സത്യമാണ് മരണമെന്ന്. എന്നാൽ യഥാർത്ഥ ആശ്വാസം നൽകുന്ന ദൈവമാണ്. മർത്തയുടെയും മറിയമിൻ്റെ സഹോദരനായ ലാസർ കർത്താവിൽ നിദ്ര പ്രാപിച്ചപ്പോൾ, വേദനയിലായിരുന്നപ്പോൾ കർത്താവ് വിവരമറിഞ്ഞ് ഓടിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ചെന്നെത്തി. ദൈവം വന്നെത്തിയപ്പോഴാണ് അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന ആശ്വാസം ലഭിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട തോമസ് കുട്ടി അങ്കിൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട ദൈവസ്ഥാനത്തേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ ഭവനാംഗങ്ങളോടുള്ള എൻ്റെ ഒരു അനുശോചനം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നത് പറയുന്നത്, ദൈവമാണ് യഥാർത്ഥ ആശ്വാസദായകൻ. ഈ ദാസൻ ഈ കാണപ്പെടുന്ന ലോകം വിട്ട് വേറെ എങ്ങുമല്ല, നമ്മുടെ തമ്പുരാന്റെ സ്ഥാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനത്ത് താൻ ചെന്നെത്തിയിരിക്കുന്ന ആ ആത്മീയമായിരിക്കുന്ന ഒരു ആശ്വാസം നമുക്കുണ്ടാകണം. ദേവാലയം ഒരുമിച്ച് ചേർന്ന്, നമ്മൾ ആരാധനയിൽ ഒരുമിച്ച് ചേർന്ന് ഈ വിടവാങ്ങൽ ശുശ്രൂഷ നമ്മൾ നടത്തുമ്പോൾ തമ്പുരാന്റെ സ്ഥാനത്തിലേക്ക് ഈ ആത്മാവുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മളെയും ഒരുമിച്ച് നമ്മൾ ദൈവത്തെ കാണുവാനുള്ള പ്രത്യാശയോടുകൂടെ ദൈവം ഈ വാങ്ങിപ്പോയ ദാസന്റെ ആത്മാവിന് ആശ്വാസം നൽകട്ടെ, കുടുംബാംഗങ്ങൾക്ക് ധൈര്യം നൽകട്ടെ, പ്രത്യാശ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഇപ്പോൾ സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയം വാലിയറിന്റെ ആയിരിക്കുന്ന റീത്ത് ഈ സമയത്ത് ഈ പ്രിയപ്പെട്ട ദാസനെ സമർപ്പിക്കുന്നു. കുടുംബത്തോടുള്ള എല്ലാ അനുശോചനം ഈ സമയത്ത് ദേവാലയത്തിന്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യും.
താങ്ക് യു അച്ഛൻ. കർത്താവിൻ്റെ ദിവസം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ആകസ്മികമായി നമ്മിൽ നിന്ന് വേർപെട്ടുപോയ പ്രിയപ്പെട്ട PD തോമസ് കുട്ടി എന്നിവരുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അവസരം എന്നെ ഫലമേൽപ്പിച്ച 1-2 അനുശോചനങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മുൻ വികാരിമാരായി ഇവർ പ്രവർത്തിച്ചിരുന്ന അഭിവന്യ റൈറ്റ് റവറൻഡ് സെക്രട്ടറി മാർ അപ്രീം തിരുമേനിയുടെയും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട റോബിൻ റോയ് അച്ഛൻ്റെയും നാമത്തിലുള്ള അനുശോചനം ഈ അവസരത്തിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ താൽക്കാലികമായി വികാരിയുടെ ചുമതല നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയൽ തോമസ് അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അങ്കിളിനെ അധികം എനിക്ക് വലിയ പരിചയമില്ല. എന്നാൽ ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ പ്രിയപ്പെട്ട അങ്കിളിനെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു. പ്രിയപ്പെട്ട റോബിൻ അച്ഛനോടുള്ള സംസാരത്തിൽ, ഇടവചനങ്ങളോടുള്ള സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് പ്രിയപ്പെട്ട തോമസ് അങ്കിൾ ഏറെ ക്രൈസ്തവ മൂല്യം മുറുകെ പിടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അനുശോചനത്തിൽ ആരോ പറഞ്ഞതുപോലെ മൊറൈനാട് സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് എല്ലാ സൺഡേയും ആരാധനയും പങ്കെടുക്കുക, അതോടൊപ്പം തന്നെ ഇടവകയുടെ കാര്യങ്ങളിൽ സൈലൻ്റായി നിന്ന് പ്രവർത്തിക്കുക, അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട അങ്കിൾ. എല്ലാ ആവശ്യത്തിനും ഒരിക്കൽ പോലും മടി പറയാതെ അതിൽ വളരെ കാര്യമായി ഭാഗമാകുവാൻ പ്രിയപ്പെട്ട തോമസ് അങ്കിളിനും കുടുംബത്തിനും സാധിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ട അങ്കിളിൻ്റെ ക്രൈസ്തവ മൂല്യത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. വളരെ ആകസ്മികമായി കഴിഞ്ഞ ദിവസം ഈ ലോകത്തിന് വേർപെട്ടു. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുവാൻ, പ്രത്യേകിച്ച് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലാണ് നമുക്ക് പുനരുദ്ധാനം എന്ന വലിയ പ്രത്യാശ നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലെ നമുക്കുണ്ടാകുന്ന മരണം അത് വളരെ താൽക്കാലികമാണെന്നും നമുക്ക് കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ലഭിക്കുന്ന ഒരു വലിയ അനുഭവമാണെന്നും വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാരമാകുന്ന നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം, ഇറ്റേണൽ ഹോം, അതാണ് യേശു കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന, അഷ്വർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട അങ്കിളിൻ്റെ ഭൗതികമായ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം സങ്കടം വരുന്നുണ്ട്, അത് ഉറപ്പാണ്. എന്നിരുന്നാലും പ്രിയപ്പെട്ട അങ്കിളിനെ ഒരു നാൾ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയും പ്രിയപ്പെട്ട അങ്കിളിനെ സന്തോഷത്തോടെ യാത്രയാക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ദുഃഖാന്തരായ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മേരി ആൻറ്റി, മക്കൾ 2 പേർ, മരുമക്കൾ, കൊച്ചുമക്കൾ, പ്രത്യേകിച്ച് ദൂരത്തുനിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരോടും ഗ്വാളിയാർ മാത്രമായ ഇടവകയുടെ നാമത്തിലുള്ള അനുശോചനവും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായുള്ള അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഭൗതിക ശരീരം ഇനി ആർക്കെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ശുശ്രൂഷ മധ്യേ ആരും ഭൗതിക ശരീരം കാണുവാനുള്ള ശ്രമം നടത്തരുത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവർക്കും കാണുവാനുള്ള അവസരം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാവരും അതിൽ കോപ്പറേറ്റ് ചെയ്യണമേ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇനി ആർക്കെങ്കിലും അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ കുടുംബത്തെ പ്രതികരിച്ച് ആർക്കെങ്കിലും 2 വാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. I'm sure there is a lot to say as family, but obviously we all are short of words. I'm sure both the sons are remain the same. We all know Thomas Uncle as a person who would cooperate with everyone and everything in the family. There was never a problem created by him. He lived his life with a lot of grace, with however he could, with whatever he could.
would always be there to help and with good words. We've never heard anything bad and wrong from his mouth ever. We all have grown up with a lot of love from him. And I'm sure when I stand here, I see a lot of love from all of you also for him. Thank you so much for being here with us at this moment of grief from the whole family. Thank you so much. ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങുകയാണ്. എല്ലാവരും മതാത്ത സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹവും കരുണയും അനേകങ്ങളിലും ചിന്തപ്പെടുവാനാകണമേ. ആമീൻ. ഭരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജലപ്രകാരം മരിച്ചു നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന് സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, രക്ഷതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണമൂലം നീ വിളിച്ചു വേർപ്പെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണിവറയും സന്തോഷമുള്ള പന്തിരിക്കവും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവനവന്റെ യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാപുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ സർവ്വ കർത്തവ്യമേ അവന്റെ നാമത്തെ വാഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവന്റെ സർവ്വകാര്യങ്ങളെ മറക്കരുത്. നിന്റെ സകലനീതിയെയും അവൻ നിന്നോട് ക്ഷമിക്കുന്നു, നിസ്സകലതകളെയും അവൻ സൗഖ്യമാക്കുന്നു. നാശത്തിൽ നിന്ന് നിന്നെ അവൻ രക്ഷിക്കുന്നു, കൃപ കൊണ്ട് കൊണ്ട് നിന്നെ അവൻ താങ്ങുന്നു. പാലിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സകല സൃഷ്ടികളും അവരുടെ അവസ്ഥയിൽ നിന്ന് അഴിഞ്ഞുപോകുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിലയാൽ ലോകം അവസാനത്തിലേക്ക് അടുക്കുന്നു. കബറുകൾ ഇളക്കത്തോടുകൂടെ പുറപ്പെടുന്നു. അവയിലുള്ള മനുഷ്യർ എഴുന്നേറ്റ നീതിയും സത്യവും ഉള്ളതും തെറ്റി പോകാത്തതുമായ ന്യായവിധിയിൽ ഞങ്ങളുടെ പ്രതിഫലം പ്രാപിക്കുവാൻ ന്യായസ്ഥലത്തിലേക്ക് ഒരുമിച്ച് ചെല്ലുകയും ചെയ്യുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സുമാനി പോകാത്ത നല്ല മഹിമയുള്ള ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിലേക്കും മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടുകളിൽ മാലാഖമാർ വിസ്തമിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് തന്റെ കാലത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തിനിൽക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായ ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തീക ഉള്ളതത്രേ. കർത്താവേ, പുനരുദ്ധാനത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്ന നിന്റെ മടിവറയിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവപുത്രൻ നല്ല സൈന്യങ്ങളുടെ ആയിരമായിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ പരിശോധനയ്ക്ക് ന്യായവിധിയുമായിട്ട് വരുന്നു. ന്യായാധിപതിയെ
ഭയപ്പെടാൻ ദൈവം നൽകുന്ന പ്രശ്നമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജന്മമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും രക്ഷിതാവായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം അവൻ പഠിപ്പിച്ചു. എന്നാൽ ഈശോ തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അരുളി ചെയ്തത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവും ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവൻ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനെ താൻ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തനെ ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, അപ്പോ ഇപ്പോൾ തന്നെ ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രന് തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധിയും നടത്തുവാൻ അവന് അധികാരം കൊടുത്തു. കബറുകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തുന്നേൽപ്പിനും പുറപ്പെടും. ഈ ശുശ്രൂഷയിൽ ആദ്യോടൊപ്പം നമ്മോടൊപ്പം നമ്മളെ സംബന്ധിച്ച ഗ്വാളിയാർ ഓർത്തഡോക്സ് ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ലെനി ചാക്കോച്ചനോടുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഇടവക ചുമതലക്കാരുമാണ് ഇടവക ജനങ്ങളോടുള്ള നന്ദിയും സന്തോഷം ഗ്വാളിയാർ മാർത്തോമാ ഇടവകയുടെ നാമത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ശുശ്രൂഷയിൽ ഭാഗമായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സന്തോഷം ദിവസത്തിൽ അറിയിക്കുന്നു. നമ്മളിവിടെ നിന്ന് സെമിത്തേരിയിലേക്ക് പോവുകയാണ്. മൂന്നാം ഭാഗ ശുശ്രൂഷ സെമിത്തേരിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ആർക്കെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരാവുന്നതാണ്. Those who want to pay their last rites, please may come forward. ബോഡി നമുക്കിപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുവാനായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ നേരിട്ട് സെമിത്തേരിയിലേക്ക് പോവുകയാണ്. മൂന്നാം ഭാഗ ശുശ്രൂഷ സെമിത്തേരിയിൽ വെച്ചാണ്.
ഇല്ല കയറിട്ടിട്ട് ഇപ്പഴല്ല പിന്നെ നമ്മൾ പൊക്കണം വേണ്ടി മടക്കിയിട്ട് ആ ഫ്രണ്ടിലത്തെ സൈഡ് മടക്കിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് ഈ സൈഡിൽ നോക്കണം, അല്ല ഇടിയാൻ സൈഡ് ശ്രദ്ധിക്കണേ. जालंग निकल गया താമസമില്ലേതും ആയവൻ നിൻഖേദം ഒഴിച്ചാനന്ദം നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതൈക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുന്നിൽ ആനന്ദേ ഹല്ലേലൂയ പാടി. മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് ചെയ്തവനായ ദൈവമേ ഒടുവിലത്തെ എന്റെ സഹോദരേ, ഞാൻ പാതാളം വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാതരം ബലവാന്മാര് പ്രവേശിച്ചിരുന്നു. പലതരം വല്ലന്മാര് അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറച്ചിട്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെറുവിടുപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു എന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നതിന്.
ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന് ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിന്റെ കിന്നരങ്ങളോട് കൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലിനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ കർത്താവേ നിനക്ക് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയാ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ 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 ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിന്റെ മണ്ണത്താൽ ഞങ്ങളുടെ മണ്ണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ എന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുകൊല്ലാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും മോചനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മൂന്നാം ഭാഗ ശുശ്രൂഷയും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ആദ്യോടന്തം വന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇടവക ജനങ്ങൾ ചുമതലക്കാർ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ ആ സൈഡിൽ
ചവിട്ടുന്നത് സൂക്ഷിച്ച്. എല്ലാം ഒന്നും അടിക്കണമെന്നില്ല. അതായെങ്കിൽ പിന്നെ ഇവിടെ അടിച്ചു വേണ്ട വേറെ ഇവിടെ ഒന്ന് അടിച്ചാൽ മതി. ഈ കയറെടുത്തിട്ട് രണ്ട് സൈഡും പിടിച്ച് സെന്ററിൽ കൊണ്ടുപോകണം. രണ്ട് സൈഡിലും ആൾക്കാർ പെട്ടിയെടുത്തോ അങ്ങോട്ട് തരാമേ. പെട്ടി പൊക്കി സെന്ററിൽ കൊണ്ടുപോകും. ഒരേ രീതി വിടണേ. കയറിട്ടു. സൈഡിലോട്ട് അതിന് മുകളിലോട്ട് എടുത്തോണേ. മുകളിലത്തെ കെട്ട മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. थोड़ा साइड हो जाना, साइड स्टीम और आएगा और लगा और आएगा बाकी जमा मुन्ना അതൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ വന്ന ഒരു അവർ നോട്ടേക്ക് നോട്ടെ ഞാൻ വീട്ടിൽ കൊടുക്കും. मैरिज में फैमिली वाले एक साथ पहले लगा बराबर करो രണ്ടാമത്തെ ആള് ഈ വർഷം നേരത്തെ 5-6 മൂത്താണ് ഏറ്റവും മൂത്താണ്. പുള്ളിക്ക് വിചാരിച്ച കിഡ്നി ചികിത്സയായിട്ടിരിക്കും. അത്
Allá no calea,